ഇലഞ്ഞി ടൗൺ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീൻദയാൽ ഉപാധ്യായ അനുസ്മരണം നടത്തി. ബൂത്ത് പ്രസിഡന്റ് രമേശൻ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതത്തിൽ ഇന്ന് ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ജനസംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഭാരതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി സംഭാവന ചെയ്ത, ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത ദീൻ ദയാൽജിയുടെ സ്മരണ ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുക. 1916 യു പിയിൽ ജനിച്ച് 68 നമ്മെ വിട്ടുപിരിഞ്ഞ ഏകാത്മ മാനവ ദർശനം എന്ന മഹത്തായ, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ദർശനം ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുവരെ ലോകത്ത് 2 സാമ്പത്തിക ശാസ്ത്രങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ, മുതലാളിത്ത വ്യവസ്ഥിതിയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയും. ഇത് രണ്ടും പരാജയപ്പെടുന്ന കാഴ്ച ലോകം കണ്ട സമയത്താണ് അദ്ദേഹത്തിന്റെ അന്ത്യം. അതിൽ മുതലാളിത്ത വ്യവസ്ഥിതിയെ മാറ്റി മിക്സഡ് ഇക്കോണമി എന്നുള്ള നിലയിൽ നെഹ്റു കൊണ്ടുവന്ന നെഹ്റുവിൻ സോഷ്യലിസം, അത് ഭാരതത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ദീൻ ദയാൽജിയുടെ ഏകാത്മ മാനവ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിലൂടെയാണ് ഭാരതം വളരെയേറെ മുന്നോട്ട് കുതിച്ചത്. ദീൻ ദയാൽജിയുടെ ആ സാമ്പത്തിക ശാസ്ത്രം അന്ന് തന്നെ അദ്ദേഹം എഴുതി വെച്ചതുപോലെ തന്നെ ഇവിടെ ജനിക്കുന്ന വ്യക്തികൾ നരനിൽ നിന്നും നാരായണനായി മാറും. കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് ദീൻദയാൽ ഉപാധ്യായ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരതീയ ദർശനങ്ങൾക്ക് പുറമെ 2 ദർശനങ്ങളാണ് ഉണ്ടായിരുന്നത്, കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും. ഈ 2 ദർശനങ്ങളും മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതാണ്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മുതലാളിയിലേക്ക് സ്വത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുന്നു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സ്വത്ത് മുഴുവൻ പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മുതലാളിയിലേക്ക് സ്വത്ത് കേന്ദ്രീകരിച്ചാലും പാർട്ടിയിലേക്ക് സ്വത്ത് കേന്ദ്രീകരിച്ചാലും നാട്ടുകാരെ സംബന്ധിച്ചോ ജനങ്ങളെ സംബന്ധിച്ചോ ഈ സ്വത്ത് കൊണ്ടൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം ലോകം ഒന്ന് തകർന്നു പോയത്. യഥാർത്ഥത്തിൽ മുതലാളിത്തം തന്നെയാണ് കമ്മ്യൂണിസം. ഒരു മാറ്റമില്ല. ഒരു നാണയത്തിന് 2 വശങ്ങൾ തന്നെയാണ്. ഒരു കൂട്ടരുടെ സ്വത്ത് മുതലാളിമാരെ കൈയടക്കി വെക്കുന്നു, മറ്റേത് നമ്മുടെ സ്വത്ത് പാർട്ടിക്കാർ കൈയടക്കി വെക്കുന്നു. അപ്പോ ആ ഒരു ദർശനങ്ങൾക്ക് പകരമുള്ള ദർശനമാണ്, ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് കടമെടുത്ത ദർശനമാണ് നമ്മുടെ ഏകാത്മക മാനവ ദർശനം. അതിന്റെ പ്രധാന പ്രയോക്താക്കളിൽ ഒരാളാണ് നമ്മുടെ ഏറ്റവും ബഹുമാനായ ആദരണീയനായ ദീൻ ദയാൽജി. അദ്ദേഹത്തിന്റെ അനുസ്മരണം എന്ന് പറയുമ്പോൾ ആ ദർശനമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. അതിലപ്പുറം അദ്ദേഹത്തിനോട് നമുക്ക് ചെയ്യാവുന്ന കടമകളൊന്നുമില്ല. ഭാരതീയ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഈ ദർശനത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും ഭരണവും മോഡി സർക്കാർ ഉൾപ്പെടുന്ന ഭരണകൂടവും പ്രവർത്തിക്കുന്നത്. അജി മലയിൽ, ബിജു TS, CD അശോകൻ, രാമൻകുട്ടി PM, അജിത് കല്ലിങ്കൽ, രവി ശില്പശാല, ബാലൻ, സനൽ ശ്രീവിലാസം തുടങ്ങിയവർ പങ്കെടുത്തു.